ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളുന്നവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കുഞ്ഞുമോളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിന് കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചു തരുന്നത് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സവാള അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, പിന്നെ നമ്മളെ പുളി, ഇത്ര സാധനങ്ങളാണ് ഇതിലെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇന്നത്തെ കുഞ്ഞുമോളുടെ വകയായതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒന്നിനും കൈയെടുക്കുന്നില്ല. ഒളയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ മുളക് ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് നന്നായിട്ട് പിന്നെ അങ്ങനെ മൊരിഞ്ഞ് വരണം. എണ്ണക്കൊന്നും ഒട്ട് പേടിയില്ല ഒക്കെ, അതുകൊണ്ട് കണ്ടില്ലേ ഞാൻ മുളക് ഇടുമ്പോഴേ വറക്കി ഇട്ടതാണ്. അങ്ങനെ ഇടുമ്പോഴാണ് കൈക്ക് എണ്ണ വരിക്കുന്നത്. അത് നമ്മൾ പതുക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് പെട്ടെന്ന് ഇട്ടതാണ്, ഇടുമ്പോൾ പുറത്തേക്കും പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനൊന്ന് നന്നായിട്ട് അങ്ങനെ അതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു വരുന്ന രീതിയിലേക്ക് വറുത്തെടുക്കണം. പെട്ടെന്ന് മൊരിഞ്ഞ് വരും, മുളകെല്ലാം പെട്ടെന്ന് മൊരിഞ്ഞ് വരുന്നതല്ലേ. അപ്പോൾ അത് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഒന്നും കൂടി ഇതിൽ വഴറ്റിയെടുക്കണം. ബാക്കി ഇപ്പോൾ ഇത് മുളക് ഇതിൽ വഴറ്റിയെടുക്കുന്നുണ്ടോ. ഇനി സവാള ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, പുളി. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കോരിയെടുക്കാം. ഇനിയിപ്പോൾ കോരിയെടുത്തതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അതും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നതാണ്. കോരിയെടുക്കുന്നത് ഞാൻ സഹായിക്കുന്നുണ്ട്. എനിക്ക് ഓളെ അത്ര കൊണ്ട് വിശ്വാസമില്ല, കഴിക്കാൻ പറ്റും മുട്ടിച്ചും കൂടി പുള്ളി പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോരിയെടുത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഉള്ളി ഇടുന്നുണ്ട്. അതെല്ലാം ഞാൻ തന്നെ ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓള് എണ്ണ ചൂടായ എണ്ണയിലേക്ക് മുകളിൽ നിന്ന് എടുത്തിടുന്നു. അന്നേരം അത് കൈക്കേക്ക് എണ്ണ തെറിച്ചുമെങ്കിൽ നന്നായിട്ട് പൊള്ളിയിട്ട് വരും. അപ്പോൾ ഓള് പറഞ്ഞ എല്ലാം ഞാൻ തന്നെ ആക്കുന്നത് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷേ എനിക്ക് അത്ര കണ്ട് ധൈര്യമില്ല അവളെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. നന്നായി എന്ന് പറഞ്ഞാൽ നല്ലോണം മൊരിഞ്ഞ് വരണ്ട. നമ്മൾ മുളകിൻ്റെ ഒരു കുറച്ച് കഷ്ണങ്ങളിങ്ങനെ നമുക്കൊരു ഇതിൽ കിട്ടണം, അത് കടിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ സാധാ ചമ്മന്തി അരക്കുന്ന എനിക്ക് നല്ലോണം മൊരിഞ്ഞ് എടുക്കുന്ന സാധനം കുറച്ചും നമുക്ക് മുളകിൻ്റെ ഇല ഇങ്ങനെ കാണാൻ കിട്ടണം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം വഴണ്ട് വരുന്നുണ്ട്. ഇതും അങ്ങനെ ഒരുപാട് വഴണ്ട് വരണ്ട. നമുക്ക് കുറച്ചിങ്ങനെ ഒരു ചെറിയൊരു കളർ മാറ്റം ആ സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ആയി വരുന്നുണ്ട്. ഇതിപ്പോൾ വഴണ്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തു. ബീനെല്ലാം കൂടിയിട്ട് ഇതിനപ്പുറം കുറച്ച് ഉപ്പും കൂടി ഇടണം. ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട്. ഇന്നിപ്പോൾ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കപ്പേരൊപ്പരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഓക്ക് ചോറിൻ്റെ ഒപ്പരം കൂട്ടണമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിത് കപ്പേരൊപ്പരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. മീൻ കറിയുണ്ട്, അതിൻ്റെ ഒപ്പം ഇതും കൂടി കുറച്ച് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ മുളകും കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഉണ്ടല്ലേ, ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഒരു സെറ്റായി. നല്ല കാണുമ്പോൾ തന്നെ കൂട്ടാൻ തോന്നില്ലേ. ഈ പരുവത്തിലേ അത് മുറിഞ്ഞെടുത്തോളൂ. അങ്ങനെ മോളൂസ് ഉണ്ടാക്കി ചമ്മന്തിയും കൂട്ടിയിട്ടില്ല, ചോറ് കഴിക്കേണ്ട പരിപാടിയാണ്. ഒക്കെ വേറെ കറികളൊന്നും വേണ്ടാലും, മീൻ കറിയെല്ലാം ഉണ്ട്, അതൊന്നും വേണ്ടാലും ഉണ്ടല്ലേ. ഉണ്ടയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഞാൻ തൊട്ട് കഴിച്ചു നോക്കിന്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.